Hello dear students, welcome back to Bridge course from Universal Institute. Maths Bridge course sets, number systems, rational, irrational numbers and algebraic operations, exponents and rules, logarithm, trigonometry and the topics completed coordinate geometry and topic distance formula, triangle area where the coordinates of the three vertices are given. Adum paranju rendu or example cheythu rendu work rendu examples rendu exercise homework ആയിട്ട് തന്നിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. സോ ഹോംവർക്ക് ആയിട്ട് തന്നുള്ള പ്രോബ്ലംസ് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. സോ അതിന്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആൻസർ എന്താണ് ഫോർമുല ആദ്യം പറയും. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3. ഹാഫ് കോമൺ ആണ്. Plus x2 into y3 minus y1 plus x3 into y1 minus y2. ഈ കാണുന്ന ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിന്റെ ആൻസർ എന്ത് വരും? ഫസ്റ്റ് കേസിന്റെ ആൻസർ പാർട്ട് 1 ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു x1 that is 5 y2 minus y3 7 minus 4 plus x2 that is 4 into y3 minus y1, y3 is minus 4 minus y1 is 2 plus x3 that is 7 into y1 minus y2 that is 2 minus 7. Simplify ചെയ്തു കഴിഞ്ഞാൽ this is half into 5 minus 7, 5 into 7 minus 4. Minus വരുമ്പോൾ അത് പ്ലസ് ആവും. 7 plus 4 is 11. 5 into 11 is 55 plus 4 minus 4 minus 2 minus 6. 4 into minus 6 is minus 24. 7 into 2 minus 5. Sorry, 2 minus 7. What is 2 minus 7? 2 minus 5, 7 is minus 5. So 7 into minus 5 is minus 35. So this is equal to half into ഒന്നുകൂടെ നോക്കിയേ 55 minus 24 minus 35. ഈ രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യേണ്ട ടോട്ടൽ എത്രയാ? Minus 24 minus 35, that is 3 plus 4, 5, 59. So this will be 55 minus 59. That is half into minus 4, which is equal to minus 2. നമുക്ക് കിട്ടിയ ആൻസർ ഒന്ന് നോക്കിയേ. കിട്ടിയ ആൻസർ എന്താണ്? -2. അങ്ങനെ -2 ഏരിയ ആയിട്ട് വരുമോ? -2 ഏരിയ ആയിട്ട് വരുമോ? ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവുന്ന നമ്പർ അല്ല. സോ മേ ബി നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിന്റെ ഓർഡറിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഈ ഹിയർ ദ ഏരിയ ഈസ് ഈക്വൽ ടു 2. ആ കാണുന്നതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. സോ ഇൻ കേസ് the answer is negative, the answer is negative, then take the absolute value. Take the absolute value. അഥവാ മോഡുലസ് കേവല വില എന്ന് പഠിച്ചിട്ടുള്ള അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കുക. ടേക്ക് ദ absolute value or numerical value എന്നൊക്കെ പറയും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ ചെയ്യുന്നത്. സോ -2 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ ആ ഏരിയയുടെ ആക്ച്വൽ ആൻസർ 2 തന്നെയാണ്. സോ അത് പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തത് നമ്മുടെ എക്സാമ്പിൾ പ്രോബ്ലം ഏതായിരുന്നു? സോ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തൊക്കെ സെക്കൻഡ് കേസ് ഏരിയ ഈസ് ഈക്വൽ ടു ഫോർമുല നമുക്ക് അറിയാവുന്നതാണ്. ഹാഫ് ഇൻറ്റു x1 that is minus 1.5 into y2 minus y3 minus 2 minus 4 plus x2 that is 6 into y3 minus y1 that is 4 minus 3 plus x3 that is minus 3 into y1 minus y2 that is 3 minus 2. So this is half into minus 1.5. So ഞാൻ അതിനെ minus 3/2 എന്ന് എടുക്കുന്നു. Minus 2 minus 4 that is minus 6. Second term plus 6 into 4 minus 3 is simply 1, so that is 6 plus minus 3 minus 2 that is 5. 3 plus 2 5, so minus 3 into 5. Note simplify ചെയ്തു കഴിഞ്ഞാൽ this is half into
ഈ കാണുന്ന 2ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ഉണ്ടാവും. സോ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് 9 വരും. പ്ലസ് 6 മൈനസ് 15. 9 plus 6 minus 15. 9 plus 6 എന്ന് പറഞ്ഞാൽ 15 ആണ്. So the answer is 0. What is mean by that? 3 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 3 പോയിന്റ്സുകൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടിയത് 0 ആണ്. What is mean by that? That means those 3 points are collinear. Collinear എന്ന് പറയും നമ്മൾ അതിനെ. അതായത് നമുക്ക് തന്നിട്ടുള്ള 3 പോയിന്റ്സ്, ലെറ്റ്സ് സേ ഈ കാണുന്ന പോയിന്റ് എ, ലെറ്റ്സ് സേ ഇതാണ് പോയിന്റ് ബി. ഇത് x1 y1, ഈ കാണുന്നത് x2 y2. നമുക്ക് മൂന്നാമതൊരു പോയിന്റ് തരുന്ന സി എന്ന് പറയുന്ന x3 y3 ദാ ഇവിടെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഏരിയ ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ എപ്പോഴാ ഏരിയ ഇല്ലാതിരിക്കുക? ഏരിയ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ കാണുന്ന സി എന്ന് പറയുന്നത് ദാ ഇവിടെ അല്ല, പകരം ഇവിടെയാണ് സി എന്ന് വിചാരിക്കുക, x3 y3. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ ട്രയാങ്കിളേ ആവില്ല, അതൊരു ലൈൻ മാത്രമേ ആകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ആ കാണുന്ന സെയിം ലൈനിലായിരിക്കും. എന്ന് വെച്ചാൽ ആ 3 പോയിന്റ്സ് ഒരേ ലൈനിലുള്ള പോയിന്റ്സ് ആണെങ്കിൽ അത് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇഫ് ദ ഏരിയ ഈസ് 0, ദാറ്റ് മീൻസ് if the area is equal to 0 implies the 3 points are collinear. എന്താണ് collinear എന്ന് പറഞ്ഞാൽ? They lies in the same line or they belongs to the same line. ഒരേ ലൈനിലാണ്, they are same ലൈനിലുള്ള പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഏരിയ ഇല്ലാത്തത്. സോ they are collinear points. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഈ കാണുന്ന എക്സാമ്പിൾ തന്നിട്ടുള്ളത് ഈ കാണുന്ന പോയിന്റ്സ് -1.5, 3, 6, -2 and -3, 4 എന്ന് പറയുന്ന 3 പോയിന്റ്സും ഒരേ ലൈനിലുള്ള 3 പോയിന്റുകളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏരിയ എന്ത് കിട്ടിയത്? 0 എന്ന് കിട്ടിയത്. ഓക്കെ, സോ അതോടുകൂടി നമ്മൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് 3 given vertices എന്ന് പറയുന്ന ടോപ്പിക് അവിടെ ക്ലോസ് ചെയ്തിട്ട് അടുത്ത പാർട്ടിലേക്ക് കടക്കുന്നു. ദാറ്റ് ഈസ് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാവാം, CBSE സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടാവാം, സ്റ്റേറ്റ് സിലബസിലുള്ള പഠിച്ചോന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് +1ലേക്ക് കയറുന്ന സമയത്ത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് സെക്ഷൻ ഫോർമുല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ലെറ്റ്സ് സേ ദിസ് ഈസ് പോയിന്റ് എ. നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഈ കാണുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 2 പോയിന്റ്സ് നമുക്കറിയാം. ലെറ്റ്സ് സേ ദിസ് ഈസ് പോയിന്റ് എ. അതിന്റെ കോർഡിനേറ്റ്സ് x1 y1. അതുപോലെ മറ്റൊരു പോയിന്റ് ബി, അതിന്റെ കോർഡിനേറ്റ്സ് x2 y2. അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ്, ഈ കാണുന്ന എ ബി എന്ന് പറയുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റിൽ ഒരുപാട് ഡിഫറെന്റ് പോയിന്റ്സ് ഉണ്ട്. ആ ലൈൻ സെഗ്മെന്റിനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതാ ഡിവൈഡ് ചെയ്യും. 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് വേണം. അത് എങ്ങനെയെങ്കിലും 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ പോരാ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ല, അവിടേക്ക് നമുക്ക് വരാം. നമുക്ക് വേണ്ടത് ഒരു പ്രത്യേക റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സേ 1 പാർട്ട് ഇവിടെയും 2 പാർട്സ് അപ്പുറത്തും, അല്ലെങ്കിൽ 2 പാർട്ട് ഇവിടെയും 3 പാർട്ട് അപ്പുറത്തും, 1:2 അല്ലെങ്കിൽ 2:3 അല്ലെങ്കിൽ 2:1 എന്ന് പറയുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണം. ആ കാണുന്ന പോയിന്റ് ഈ കാണുന്ന ലൈൻ സെഗ്മെന്റിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എ പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി which splits or which cuts the line in the ratio m:n. ആ m/n എന്നുള്ളത് ഏത് വാല്യൂ ആണ്? 1:2 അല്ലെങ്കിൽ 1:1. 1:1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട്, അല്ലെങ്കിൽ 2:1. ആ രീതിയിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി which cuts the line in the ratio m:n. ലൈൻ മീൻസ് ലൈൻ സെഗ്മെന്റിനെ കട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണം. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ,
സോ അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഉണ്ടെങ്കിൽ ലെറ്റ്സ് സേ ആ കാണുന്ന പോയിന്റ് സി ആണെന്നിരിക്കട്ടെ, അതിന്റെ കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സും വൈയും. നമുക്ക് എന്തൊക്കെ അറിയാം? എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് അറിയാം, അഥവാ x1y1ഉം x2y2 അറിയാം. കൂടാതെ അത് ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യണം എന്നും നമുക്കറിയാം. ഈ കാണുന്ന പാർട്ട് n, ഈ കാണുന്ന പാർട്ട് n. റെഡിയാണോ? m:n. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഉദ്ദേശം. അത് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് നമ്മൾ സെക്ഷൻ ഫോർമുല എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് അതിന്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെയ്യുന്നത് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുന്നു. എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുന്നു. കൂടാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട പോയിന്റ് സിയിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതുപോലെ പുറകിലേക്ക് നമുക്ക് വരയ്ക്കാം. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരും. ഓക്കെ, ഈ കാണുന്ന പോയിന്റ് സിയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതാ ഇവിടെ വരും. റെഡി? ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ കയ്യിലുള്ള ഫിഗർ ഉള്ളത്. അപ്പോൾ അവിടെ നെയിം ചെയ്യാത്ത പോയിന്റ്സുകളെ ഒന്ന് നെയിം ചെയ്യാം. എ ബി സി ഓൾറെഡി ഉണ്ട്. ലെറ്റ്സ് സേ ദിസ് ഈസ് പി ക്യൂ. ലെറ്റ്സ് കോൾ ദിസ് പി P1. So that's already A. This is P, Q and R. Okay. So ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമുക്ക് ഇതിനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കാണുന്ന എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസും സിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെയും റേഷ്യോ m:n ആണ്. അതിന്റെ അനുപാതം m:n എന്നൊരു രീതിയിലാണ്. അത് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. പക്ഷേ ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് അറിയാം, സ്ക്വയർ റൂട്ട് ഉള്ള ഫോർമുലയാണ്. ആ ഫോർമുല ഒരു കാരണവശാലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ടേക്ക് ദ ട്രയാങ്കിൾസ് APC. കാണുന്നുണ്ടല്ലോ ട്രയാങ്കിൾ APC. ദാ ഈ കാണുന്നതാണ് ട്രയാങ്കിൾ APC. അതുപോലെ തന്നെ ട്രയാങ്കിൾ CRB. ആ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത, അത് രണ്ടും റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ഈ കാണുന്ന രണ്ട് ട്രയാങ്കിൾസ്, ഇതാ ഇവിടെ ഒന്നും ഇതൊന്നും, ആ രണ്ട് ട്രയാങ്കിൾസും റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. കൂടാതെ ഈ കാണുന്ന രണ്ട് പാരലൽ ലൈൻസ് അല്ലേ, അതായത് നമ്മൾ y ആക്സിസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ് ആണല്ലോ. അപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും സെയിം തീറ്റ ആയിരിക്കും. അത് ഈ കാണുന്ന രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ്. പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈൻസ് ഉണ്ടാക്കുന്ന സിമിലർ ആംഗിൾസ്, മലയാളത്തിൽ സമാന കോണുകൾ എന്നൊക്കെ പറയും. ഓൾട്ടർനേറ്റ് ആംഗിൾസ്, സമപാർശ്വ കോണുകൾ എന്നൊക്കെ പറയും, പല പേരും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾസ് ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ these triangles are similar. എന്താ സിമിലർ എന്ന് പറഞ്ഞാൽ? സിമിലർ എന്ന് പറഞ്ഞാൽ മൂന്ന് കോണുകളും മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ, പക്ഷെ ഒന്ന് മറ്റൊന്നിനേക്കാളും വലുതാവും. ഒരേ വശങ്ങളുടെ നീളം അല്ലെങ്കിൽ സൈഡ് ലെങ്ത് ഈക്വൽ അല്ല, പക്ഷെ സൈഡ് ലെങ്ത്തുകളുടെ റേഷ്യോ, അനുപാതം ഒരുപോലെ തന്നെയായിരിക്കും. അങ്ങനത്തെ ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. സോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ AC/CB, അതായത് ഈ കാണുന്ന റേഷ്യോ AC/CB അത് തന്നെ ആയിരിക്കണം ഈ കാണുന്ന റേഷ്യോ, ദാറ്റ് ഈസ് മസ്റ്റ് ബി ഈക്വൽ ടു AP ഡിവൈഡഡ് ബൈ CR. അത് തന്നെ ആയിരിക്കണം ഈ സൈഡ്സിന്റെ റേഷ്യോ, ദാറ്റ് ഈസ് PC ഡിവൈഡഡ് ബൈ RB. ഇനി നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, ഈ AC/CB ആണ് നമുക്ക് വേണ്ട m:n എന്ന് പറയുന്ന റേഷ്യോ. സോ ദിസ് മസ്റ്റ് ബി m/n which is equal to AP divided by ഈ CR എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് PQ തന്നെയാണ്. നമുക്ക് അതിനെ PQ എന്ന് എഴുതാം. അതുപോലെ തന്നെ PC എന്ന് പറയുന്ന ഈ കാണുന്ന ഹൈറ്റ് PC divided by RB. സോ അപ്പൊ പറഞ്ഞു വന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന റേഷ്യോ m:n ആണെങ്കിൽ ഈ കാണുന്ന P എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ AQനെ കട്ട് ചെയ്യുന്നതും m:n എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും. അതുപോലെ തന്നെ PC എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? PC എന്ന് പറയുന്നത് തന്നെയാണ് QR. സോ ഈ കാണുന്ന റേഷ്യോയും m:n ആയിരിക്കും. റെഡിയാണോ?
സോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പോയിന്റ് എക്സ് കോമ വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇൻ ടേംസ് ഓഫ് x1 y1 x2 y2 ആൻഡ് m n ആ റേഷ്യോസ്. സോ ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്രയാ? ഈ കാണുന്ന കോർഡിനേറ്റ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് ദിസ് ഈസ് x1, ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇവിടം വരെ x, ഇവിടുന്ന് അങ്ങോട്ട് ഇവിടം വരെ x2. സിമിലർലി ഇത് y1, ഈ കാണുന്ന ഹൈറ്റ് y, നമ്മളൊരു ലൈനും കൂടെ വരയ്ക്കാൻ ബാക്കിയുണ്ട്. അങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നത് y2. സോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റേഷ്യോ ഈ കാണുന്നത് m:n ആണ്. അതായത് ഈ പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് വുഡ് ബി x minus x1. x minus x1 divided by ഈ കാണുന്ന ഡിസ്റ്റൻസ് that would be x2 minus x. x2 minus x must be equal to m/n. ആ കാണുന്ന റേഷ്യോ m/n ആണ്. സിമിലർലി വൈയുടെ കേസിൽ നമുക്ക് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന QR ഇത് എത്രയാണ്? y minus y1 divided by ഈ കാണുന്ന ഹൈറ്റ് that would be total y2 minus y. y2 minus y must be equal to m/n. സോ ഈ കാണുന്ന രണ്ട് എക്സ്പ്രഷനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാം. ബാക്കി ഫിഗറിനൊന്നും ആവശ്യമില്ല. സോ ഈ കാണുന്ന എക്സ്പ്രഷൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് രണ്ടും കൂടെ ക്രോസ് ചെയ്യാം. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ n into x minus x1 is equal to m into x2 minus x. സോ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ nx minus nx1 is equal to mx2 minus mx. എക്സിന്റെ ടേം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. nx minus mx ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് mx is equal to mx2, ഈ മൈനസ് nx1 റൈറ്റ് സൈഡിലേക്കും nx1. സോ ഇവിടെ x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x into m plus n is equal to mx2 plus nx1, അഥവാ x is equal to mx2 plus nx1 divided by m plus n. എക്സിന് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ എന്തൊക്കെയാണുള്ളത്? m, n, x1, x2. സിമിലർലി ഈ കാണുന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോക്കിയാൽ അത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ n into y minus y1 must be equal to m into y2 minus y. Expand ചെയ്ത് കഴിഞ്ഞാൽ ny minus ny1 is equal to my2 minus my. y ന്റെ ടേം ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ny plus my is equal to my2 plus ഈ കാണുന്ന ടേം റൈറ്റ് സൈഡ് ചെല്ലുമ്പോൾ പ്ലസ് ആവും ny1. അഥവാ y കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് m plus n എന്ന് കിട്ടും. സോ my2 plus ny1 divided by m plus n. ഇതാണ് y യുടെ ഇക്വേഷൻ. റെഡിയാണോ? എന്താണ് എക്സും വൈയും? എക്സും വൈയും ഈ കാണുന്ന എ ബി എന്ന ലൈനിനെ m:n റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ്സിന്റെ പോയിന്റ് സിയുടെ കോർഡിനേറ്റ്സ് ആണ്. എന്താണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ? ആ കാണുന്ന ഫൈനൽ റിസൾട്ട് x is equal to m into x2 അങ്ങനെയാണ് കിട്ടിയത്. m into x2 plus n into x1 divided by m plus n. Similarly, y is equal to m into y2. അങ്ങനെ വരുന്നത്. ഈ കാണുന്ന റേഷ്യോ m ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അപ്പുറത്തെ പോയിന്റിന്റെ കോർഡിനേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് n into y1 divided by m plus n. ഇതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല എന്നറിയപ്പെടുന്നത്. അതായത് x1 y1 x2 y2 എന്ന കോർഡിനേറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ m:n റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് xy mx2 plus nx1 divided by m plus n and my2 plus ny1 divided by m plus n. റെഡിയാണോ? സോ അതിന്റെ ഡെറിവേഷൻ ഒന്നും കൂടെ കാണിക്കാം. ആ കാണുന്ന സ്റ്റെപ്സിൽ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കാനുണ്ടെങ്കിൽ ആ കാണുന്ന വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതിനൊരു എക്സാമ്പിൾ ചെയ്താലോ? എക്സാമ്പിൾ നമുക്ക് അതിലുള്ള പോയിന്റ്സ് 1,2 and 3,7. അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട റേഷ്യോ 1:2. അങ്ങനെയാണെങ്കിൽ ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x എന്ന് പറയുന്നത് എന്താ ഫോർമുല?
mx2 plus nx1 divided by m plus n. പറഞ്ഞോളൂ. mn എന്ന് പറയുന്നത് 1 2 ആണ്. So 1 into what is x2 3 plus 2 into what is x1 1 divided by what is m plus n, that is 3. So this is equal to 3 plus 2 by 3 plus 2 divided by 3, that is 5 by 3. അതാണ് y x coordinate. Y coordinate my2 plus ny1 divided by m plus n. What is m? m എന്ന് പറയുന്നത് 1 ആണ്. 1 into y2 is 7 plus n into 2 into y1 is 2 divided by m plus n is 3. So this is equal to 7 plus 4 11 divided by 3. വളരെ സിമ്പിൾ ആണ്. ആ ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ m:n എന്ന് പറയുന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്ക് അറിയേണ്ട ഒരു സ്പെഷ്യൽ കേസ് ആണ്. നോട്ട് ചെയ്യാം. സ്പെഷ്യൽ കേസ് മിഡ് പോയിന്റ് ഫോർമുല. മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആയിട്ട് 50-50 അഥവാ 1:1 ആയിട്ട് കട്ട് ചെയ്യണം. മിഡ് പോയിന്റ് ഫോർമുല അതായത് m:n എന്ന് പറയുന്നത് 1:1. അങ്ങനെ വന്നു കഴിഞ്ഞാൽ x എന്താവും? മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് അതിന്റെ ഏറ്റവും മിഡിലുള്ള നടുക്കുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x ഈസ് ഈക്വൽ ടു mx2 plus nx1 divided by m plus n ആണ്. So m n 1 ആയി കഴിഞ്ഞാൽ that would be x2 plus x1 by 2. y is equal to y2 plus y1 by 2. അഥവാ ആ കാണുന്ന കോർഡിനേറ്റ്സിന്റെ ആവറേജ് വാല്യൂ. ഓക്കെ, n പോയിന്റ്സിന്റെ ആവറേജ് വാല്യൂ, n പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സിന്റെ ആവറേജ് വാല്യൂ, ഇതാണ് മിഡ് പോയിന്റ് ഫോർമുല. ഓക്കെ, സോ ഇത് അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സോ സെക്ഷൻ ഫോർമുല അതിന്റെ ഡെറിവേഷൻ ഒന്നും അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ്, ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബട്ട് സ്റ്റിൽ ദ ഫൈനൽ ഫോർമുല ഈസ് ദ ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ, സോ ആ കാണുന്ന സെക്ഷൻ ഫോർമുല കൂടാതെ മിഡ് പോയിന്റ് ഫോർമുലയും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അടുത്ത് നമ്മൾ കിടക്കുന്നത് ഈ കാണുന്ന സെക്ഷൻ ഫോർമുലേന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ്. പോയിന്റ് ഈസ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രികോണം. സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രോയിഡ് എന്ന് പറയുന്നത് വി ഹാവ് എ ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ കാണുന്ന ട്രയാങ്കിളുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതിന്റെ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ആദ്യ ചോദ്യം, മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ is the line drawn from a vertex to the midpoint of the opposite side. മലയാളം മീഡിയം ക്ലാസ്സിലുള്ളവർക്ക് മീഡിയൻ എക്സാക്ട് എനിക്ക് അറിയില്ല. ബട്ട് ലൈൻ ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ്, വെർട്ടെക്സിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ശീർഷകം എന്നുള്ളതാണ്. ഈ കാണുന്ന പോയിന്റ്സുകളെയാണ് നമ്മൾ ശീർഷകം എന്ന് വിളിക്കുക. ആ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് എതിർ വശത്തിന്റെ മധ്യബിന്ദു, മിഡ് പോയിന്റ്, നടുക്കുള്ള പോയിന്റ്, മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീഡിയൻ എന്ന് വിളിക്കുന്നത്. സോ മീഡിയൻ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന വെർട്ടെക്സിൽ നിന്ന് നമ്മളിതാ ഇങ്ങോട്ട് ഒരു മീഡിയം വരയ്ക്കുന്നു, ഏതാണ്ട് മിഡിലേക്ക്. ഓക്കെ, ഈ കാണുന്ന വെർട്ടെക്സിൽ നിന്ന് ഈ സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നു. അതുകൂടാതെ ഈ കാണുന്ന വെർട്ടെക്സിൽ നിന്ന് ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഒരു പോയിന്റ്, ആ 3 ലൈൻസും മീറ്റ് ചെയ്യുന്ന ഒരേ പോയിന്റ് ആയിരിക്കും. ഈ കാണുന്ന പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. ജി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ജി ഈസ് ദ സെൻട്രോയിഡ്. ഓക്കെ, ഇതിന്റെ ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, മറന്നു പോയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാനത് റിമൈൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ്, എ മീഡിയൻ bisects the area of a triangle.
ഒരു മീഡിയൻ ചെയ്യുന്നത് ആ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയയെ രണ്ടായിട്ട് മുറിക്കുന്നു. അതായത് ഒരു മീഡിയം മാത്രം കൺസിഡർ കഴിഞ്ഞാൽ ട്രയാങ്കിൾ രണ്ട് പീസായിട്ട് മാറും. ചെറിയൊരു എക്സാമ്പിൾ വരയ്ക്കാം. ഈ കാണുന്ന രീതിയിൽ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ മീഡിയൻസ് ഒരൊറ്റ മീഡിയം മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ മീഡിയൻ ആക്ച്വലി ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ രണ്ടായിട്ട് മുറിക്കും. അതായത് ഇഫ് ദ ഏരിയ ഈസ് എ, ദിസ് വുഡ് ബി എ ബൈ ടു, ദിസ് വുഡ് ബി എ ബൈ ടു. ആ കാണുന്ന ഏരിയ രണ്ട് ഹാഫ് ആയിട്ട് മാറ്റുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ സെൻട്രോയിഡ് മൂന്ന് മീഡിയൻസും കൂടെ വരയ്ക്കുമ്പോൾ നോക്കിയേ, അവിടെ നിങ്ങൾ എത്ര ട്രയാങ്കിൾസ് പീസസ് ആയിട്ടുള്ള ചെറിയ ട്രയാങ്കിൾസ് എത്ര ഉണ്ട്? അവിടെ 1, 2, 3, 4, 5, 6 ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ വേറെ ഷേപ്പിലാണ്, ബട്ട് അതിന്റെ എല്ലാം ഏരിയ ഈക്വൽ ആയിരിക്കും. സോ 3 medians together cut a triangle into 6 equal smaller triangles. Okay, 6 ചെറിയ ഒരേ സൈസുള്ള ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സൈസ് മീൻസ് സ്മോളർ, ഈക്വൽ ഏരിയ, ഈക്വൽ ഇൻ ദ സെൻസ് ഏരിയ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ഏരിയ ഉള്ള 6 ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വന്ന കാര്യത്തിലേക്ക് കടക്കാം. എന്തായാലും നമ്മുടെ ആവശ്യം നമുക്ക് സെൻട്രോയിഡിന്റെ ആ പോയിന്റിന്റെ ഫോർമുല കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതിന് നമുക്ക് അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയാണ് സെൻട്രോയിഡ് splits a median in the ratio 2:1. ഈ കാണുന്ന സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ് ഒരു മീഡിയന്റെ 2:1 റേഷ്യോയിലായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 2, ഈ കാണുന്ന ലെങ്ത് 1. അതാണ് നമ്മുടെ ഐഡിയ. ഈ കാണുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിലേക്ക് കടക്കുന്നത്? അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ തുടങ്ങുന്നത്. സോ ഈ കാണുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൽ XY ആക്സിസ് നമുക്ക് മാർക്ക് ചെയ്യാം. Let's say this is the X axis and Y axis. അത് X dash Y dash. This point is the origin 0, 0. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ കാണുന്ന ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഈ കാണുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഈ കാണുന്ന ട്രയാങ്കിളിന്റെ വെർട്ടെക്സുകൾ, ശീർഷകങ്ങൾ ABC ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാം. X1 Y1, X2 Y2, X3 Y3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡിന്റെ സെൻട്രോയിഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്. ആ മീഡിയനിൽ സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ് ഈ കാണുന്ന മീഡിയനെ 2:1 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് മീഡിയൻ? ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ആ കാണുന്ന സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് ഒരു മീഡിയം വരയ്ക്കാം. ഒരു മീഡിയൻ ബിയിൽ നിന്ന് നമ്മൾ AC എന്ന് പറയുന്ന സൈഡിലേക്ക് വരയ്ക്കുന്ന മീഡിയൻ, ലെറ്റ്സ് സേ ഈ കാണുന്ന പോയിന്റ് D ആണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ G എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഈ കാണുന്ന റേഷ്യോ 2:1 ആണ്. ഓക്കെ, സോ G cuts the segment, the line segment ഏത് BD in the ratio 2:1. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട X, Y. അത് ഐഡന്റിഫൈ ചെയ്യാൻ 2 എൻഡ് പോയിന്റ് വേണ്ടേ? ഈ കാണുന്ന D എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയൂ, പക്ഷേ D എന്ന് പറയുന്ന ഇറ്റ്സ് എ മിഡ് പോയിന്റ് ഓഫ് AC. D is the midpoint of AC. അങ്ങനെയാണെങ്കിൽ D യുടെ കോർഡിനേറ്റ്സ്, ലെറ്റ്സ് സേ ആ കാണുന്ന D യുടെ കോർഡിനേറ്റ്സ് X4 Y4 ആണെങ്കിൽ അത് നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാം. സോ X4 is equal to nothing but ഈ കാണുന്ന സാധനത്തിന്റെ X1 plus X2 divided by 2. അഥവാ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇറ്റ്സ് X1 plus X3 divided by 2
y4 is equal to y1 plus y3 divided by 2. So ഈ കാണുന്ന കോർഡിനേറ്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ g എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ്സ്, സോ ദ കോർഡിനേറ്റ്സ് ഓഫ് g, the coordinates of g, the centroid g, x is equal to എന്താ ഫോർമുല, എന്താ സെക്ഷൻ ഫോർമുല എന്താണ്? m x2 plus n x1 divided by m plus n. So 2 into x4, 2 into x4 plus 1 into x2 divided by 2 plus 1. Okay, so അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x കോർഡിനേറ്റ് കിട്ടും. നേരെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ x is equal to 2 into x4. What is 2 into x4? 2 into x4 എന്ന് പറയുന്നത് x1 plus x3 divided by 2 ആണ്, plus x2 whole divided by 3. ഈ കാണുന്ന സംഭവം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x1 plus x3 divided by 2 into 2 എന്ന് പറഞ്ഞാൽ 2 gets cancelled. x is equal to x1 plus x2 plus x1 plus x3 plus x2 divided by 3. Simply നമുക്ക് എന്ത് എഴുതാം? x is equal to x1 plus x2 plus x3 divided by 3. ഇതാണ് x കോർഡിനേറ്റ്. വളരെ സിമ്പിൾ ഫോർമുലയാണ്. ആ കാണുന്ന ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സുകൾ തന്നു കഴിഞ്ഞാൽ, 3 വെർട്ടീസസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ x കോർഡിനേറ്റ് എല്ലാം കൂടെ ആവറേജ് എടുക്കുന്ന, 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആവറേജ് ശരാശരി കാണുന്നതാണ് അതിന്റെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്. അതേപോലെ തന്നെ നമുക്ക് y കോർഡിനേറ്റും ഐഡന്റിഫൈ ചെയ്യാം. y is equal to, നമ്മൾ ചെയ്ത സ്റ്റെപ്സ് എന്താണ്? ഇതേ സ്റ്റെപ്സ് തന്നെ, m into y2 plus n into y1 divided by m plus n, 2 into y4 plus 1 into y2 ആണ് ഇവിടെയുള്ള കോർഡിനേറ്റ്. ഇത് y1, ഇത് y3, ഇവിടെ y2, all divided by 2 plus 1. So this is equal to 2 into, what is y4? y4 നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. It's y1 plus y3 divided by 2 into y2 divided by whole divided by 3. ഇതാണ് y എന്ന് പറയുന്നത്. So y is equal to 2 gets cancelled, y1 y3 y2. So നമ്മൾ അതിന്റെ ഓർഡറിൽ തന്നെ എഴുതുന്നു, y1 plus y2 plus y3 whole divided by 3. This is the formula for the coordinate of the centroid of a triangle with the vertices x1 y1 x2 y2 x3 y3. Simply take the average. Clear ആണോ? All right. സോ ഇതോടുകൂടി നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു ചെറിയ പോയിന്റും കൂടെ, 10ാം ക്ലാസ് നിങ്ങൾ പഠിച്ചതാവാം ആയിക്കോട്ടെ, എന്നിരുന്നാലും പ്ലസ് 1ലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ പറഞ്ഞ് നമുക്ക് ഈ സെക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അടുത്തുള്ള ടോപ്പിക് സ്ലോപ്പ് ഓഫ് എ ലൈൻ. നമ്മുടെ കയ്യിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. അത് ജോയിൻ ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒറിജിൻ 0 0. നമുക്ക് അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എൻഡിങ് ഇല്ല, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈനാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ ഒരു ആംഗിൾ എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ സ്ലോപ്പ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്ക്. ഇഫ് തീറ്റ ഈസ് ദ inclination of a line with the positive direction of x-axis. x-axisന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഇസ് ദ ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ ആംഗിളിനെ ഇൻക്ലിനേഷൻ എന്ന് പറയാറുണ്ട്. Theta is the inclination with the positive direction of x-axis. Then tan theta is defined as the slope or also known as gradient of that line. ആ കാണുന്ന ലൈനിന്റെ സ്ലോപ്പിന് നമ്മൾ വിളിക്കുന്ന പേര് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ് ടാൻ തീറ്റ, ടാൻജന്റ് ഓഫ് തീറ്റ. ടാൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ ട്രയാങ്കിൾ ഒന്നും വേണമെന്നില്ല, അതൊക്കെ നമ്മൾ യൂണിറ്റ് സർക്കിൾ യൂസ് ചെയ്ത് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
സോ അപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് വളരെ ക്ലിയർ ആണ്. ഒരു ലൈന് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിന്റെ ടാൻജന്റ് അഥവാ ടാൻ ആണ് അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പിന് നമ്മൾ സാധാരണ എം എന്നുള്ള ലെറ്റർ ഒക്കെ ഉണ്ടാക്കാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അതൊക്കെ നിങ്ങൾ ഹയർ അതായത് +1 നമ്മൾ ആക്ച്വൽ സ്ട്രൈറ്റ് ലൈൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് ജോമെട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ രീതിയിലാണ്. എനിവേ ഇത് നമുക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഈ സിറ്റുവേഷൻ മാറിയിട്ട് ലെറ്റ്സ് സേ ഈ കാണുന്ന കോർഡിനേറ്റ് ആക്സിസ് ഇങ്ങനെയാണ് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ്. ഇതാണ് ലൈൻ എങ്കിൽ ഇതാണ് തീറ്റ. ഇഫ് തീറ്റ ഈസ് ലെസ് ദാൻ 90 മീൻസ് അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ, ആംഗിൾ തീറ്റ 90യേക്കാളും 90 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ നമ്മൾ അതിനെ അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ നമുക്കറിയാം 90 ഡിഗ്രിക്ക് താഴെ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാണ് വരിക? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരിക. ഓക്കെ, തീറ്റ ലെസ് ദാൻ 90 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ടാന്, സൈന്, കോസ് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. ദെൻ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. അതേസമയം മറ്റൊരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഈ കാണുന്ന ലൈന് കോർഡിനേറ്റ് ആക്സിസ് ലൈൻ ഇങ്ങനെയാണ്. ആ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും that theta is greater than 90. if theta is greater than 90, അതായത് ആ അങ്ങനെ 90 ആംഗിളിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. വലിയ ആംഗിൾ ആണെങ്കിൽ 90യേക്കാളും കൂടുതലാണെങ്കിൽ ഒബ്റ്റ്യൂസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒബ്റ്റ്യൂസ് 90യേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് കടക്കും. സെക്കൻഡ് ക്വാഡ്രന്റില് സൈന്, കൊസീക്ക്, സൈനും അതിന്റെ റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്. കോസ്, ടാന്, സീക്ക്, കോട്ട് ആ 4 ഫംഗ്ഷൻസും 4 റേഷ്യോസും നെഗറ്റീവ് ആണ്. അഥവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടാൻ ആണല്ലോ സ്ലോപ്പ്. സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അതങ്ങനെ വന്നിട്ട് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന y ആക്സിസിനെക്കാളും ഇങ്ങോട്ട് ചെരിഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് നമ്മൾ നെഗറ്റീവ് ആണ് എന്ന് പറയും. ഇതാണ് പോസിറ്റീവ് സ്ലോപ്പും നെഗറ്റീവ് സ്ലോപ്പും. ഒരു സ്ലോപ്പ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് ടാൻ തീറ്റ. ഇനി ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ നോക്കാം നമുക്ക്. സ്ലോപ്പ് ഓഫ് എ ലൈൻ വിത്ത് 2 പോയിന്റ്സ്. ഒരു ലൈനിലെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതായത് let's say this is the coordinate axis, x ആക്സിസും y ആക്സിസും. അവിടെ നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്. ആ കാണുന്ന ലൈന് x ആക്സിസ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആംഗിളോ സംഭവമോ ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പോയിന്റ് നമുക്ക് അവിടെ ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുള്ള ആ ലൈനിലെ 2 പോയിന്റ്സ് നമുക്കറിയാം. x1 y1 ആണ് a എന്ന് പറയുന്ന പോയിന്റ്. b എന്ന് പറയുന്ന പോയിന്റും ആ ലൈനിലാണ്. അതിന്റെ കോർഡിനേറ്റ്സ് x2 y2. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിന്റെ സ്ലോപ്പ് എത്ര? സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് എക്സ് ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ്. സോ ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഇഫ് ദിസ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ എക്സ് ആക്സിസ് തീറ്റ. ആ തീറ്റ നമുക്ക് തന്നിട്ടില്ല. അതാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. പക്ഷെ തീറ്റ നമുക്ക് അറിയില്ല. നമുക്ക് ആകെ ഉള്ളത് 2 പോയിന്റ്സ് ആണ്. അങ്ങനെ 2 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ടാൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് താഴേക്ക് വരയ്ക്കും, കൂടാതെ y ആക്സിസിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കും. ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഈ കാണുന്ന 2 ലൈൻസ് കൂടാതെ എക്സ് ആക്സിസ് ഇതൊക്കെ പാരലൽ ആണ്. അങ്ങനെ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ ആണിത്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ കാണുന്ന ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാംഗിൾ നമുക്ക് അവിടെ കാണാമല്ലോ. ആ കാണുന്ന റൈറ്റ് ട്രയാംഗിളിലെ ഈ ഹൈറ്റ് എത്രയാ? അത് നമുക്കറിയാം. ഈ കാണുന്ന ടോട്ടൽ y2 ആണ്. ടോട്ടൽ y2 ആണ്. ഇത് y2 ആണ്. ദിസ് ഈസ് y1. സോ ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് y2 മൈനസ് y1.
സിമിലർലി ഈ കാണുന്നത് x1 ആണ്, ഇവിടം വരെ x2 ആണ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് x2 മൈനസ് x1 ആണ്. സോ സിംപ്ലി ആ ട്രയാങ്കിളിൽ വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് y2 minus y1 divided by adjacent side x2 minus x1. Okay, so slope is equal to slope of a line with 2 points given. Slope is equal to y2 minus y1 divided by x2 minus x1. ഈ കാണുന്ന ഫോർമുലയും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റെഡി ആണോ? സോ ഇതോടുകൂടി നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക് ഫിനിഷ് ചെയ്യുന്നു. അതിനു മുന്നേ നിങ്ങൾക്കൊരു ഹോംവർക്ക്, നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലൊരു ഹോംവർക്ക്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. വെർട്ടീസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ എ 2,3, ബി 7,5 ആൻഡ് സി -1,8. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരണം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ഈച്ച് സൈഡ്. ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് മിഡ് പോയിന്റ് ഫോമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്. ഓരോ സൈഡിന്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ്. സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. കൂടാതെ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ഈച്ച് സൈഡ്. 2 പോയിന്റ്സ് ഉണ്ട്, അത് ജോയിൻ ചെയ്യുന്ന ലൈൻ ആണ്. ഓക്കെ, ആ ലൈൻ സെഗ്മെന്റിന്റെ സ്ലോപ്പ് ഓരോ സൈഡിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. എ ബി, ബി സി ആൻഡ് സി എ. റെഡി ആണോ? സോ ഇതോടെ നമ്മൾ പറഞ്ഞ ഏതാണ്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. സോ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ അവിടെ ഫിനിഷ് ചെയ്യുന്നു. ഈ കാണുന്നത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതിന്റെ മുകളിലാണ് +1 കോർഡിനേറ്റ് ജോമെട്രിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്, സ്ട്രൈറ്റ് ലൈൻസ് ആൻഡ് കോണിക് സെക്ഷൻസ്. ഇതിന്റെ മുകളിലാണ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഈ കാണുന്ന ടോപ്പിക്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ +1 ടോപ്പിക്സിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.